ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ, മിനി എന്ന് പറയുന്നത്. അതിപ്പം കുട്ടികളുടെ ഫിലിം എടുക്കാനിടയായ ഒരു കാരണം എന്താ? അതായത് ഈ ചിൽഡ്രൻസ് ഫിലിം പലതും ഞാൻ കണ്ടല്ലോ, പലതും കണ്ടപ്പോൾ ഈ വലിയ മറ്റേ മൂവീസിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഫിലിമിന്. ഈ അടിപിടി, അക്രമം, ബോംബ്, ഇതൊന്നും അല്ലാതെ ഈ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധമുള്ള പടങ്ങളിൽ കുറേ പടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികളുടെ പടങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ്. ആൻഡ് നല്ല ചിൽഡ്രൻസ് ഫിലിം എടുത്താൽ ഈ കുട്ടികൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും. സർ, മെയിനായിട്ട് നായകനായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? ഹീറോസ് ഒക്കെ ആയിട്ട് ഒരുപാടില്ലേ? ഒരുപാടുണ്ട്. ആന്റി ഹീറോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പ്രിയ എന്ന് പറഞ്ഞ ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം അത്. അതിൽ ഞാൻ പ്രൊഡക്ഷനിൽ ഞാൻ പാർട്ണറായിട്ട് തുടങ്ങുമ്പോൾ അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നതല്ല, സത്യവുമാണ്. ഈ ചെമ്മീന്, ഓളവും തീരും, അങ്ങനെ കുറേ പടങ്ങൾ കണ്ടപ്പോൾ എന്നെ ഒരുമാതിരി പഴയ സ്റ്റൈലിലെ ദിലീപ് കുമാറാക്കി മാറ്റുന്ന ഒരു നിരാശ കാമുകൻ, പാവം നല്ലവൻ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പക്ഷെ അങ്ങനെയല്ല, ശകലം പോക്കൃത്തിനെ കാണിക്കാൻ എനിക്കും അറിയാം. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് വന്നപ്പോൾ സോ ഐ സെലക്റ്റഡ് ദാറ്റ്. അന്ന് എല്ലാവരും പറഞ്ഞു, അയ്യോ ഒരു ഹീറോ ഇതെടുത്തു കഴിഞ്ഞാൽ ഇമേജ് പോകും. ഞാൻ പറഞ്ഞു, ഐ എം ആൻ ആക്ടർ, ഐ ഡോണ്ട് ബിലീവ് ഇൻ കമേഴ്ഷ്യലായിട്ട് അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് ഇമേജ് നോക്കണ്ടേ. ഇനിയിപ്പോൾ ഒരു ഇമേജ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പടത്തിന് അഭിനയിക്കാൻ ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ വേണ്ടേ മാനേജും ആ ഇമേജ് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കേണ്ടി. ഇപ്പോൾ ആ പടം തന്നെ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോയ പടമാണ്. ഐ കുഡ് ആൻഡ് ദി സെലക്ഷൻ വാസ് മൈൻ, ദി സബ്ജക്ട് ഐ സെലക്റ്റഡ്, ദി ക്യാരക്ടർ ഐ സെലക്റ്റഡ് ബിക്കോസ് ഐ എൻജോയ് ഡൂയിങ് ദി ക്യാരക്ടർ. അന്നേരം പ്രേക്ഷകരുടെ ഒരു ഇതെന്തായിരുന്നു? ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല ഇതായിരുന്നു. അതെ അതെ. പിന്നെ സാറ് അന്യഭാഷാ ചിത്രങ്ങൾ ഒരു അമിതാഭ് ബച്ചൻ്റെ കൂടെ ഒരു സാത്ത് ഹിന്ദുസ്ഥാനി ചെയ്തു. അത് കെ അബ്ബാസിൻ്റെ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞൊരു പടം. പിന്നെ വേറെ ഏതെങ്കിലും അന്യഭാഷയായിട്ട്? അന്യഭാഷയിൽ പിന്നെ തമിഴിൽ ഞാൻ പണ്ടൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ധർമ്മദുര എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൽ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ടല്ല, വലിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്. അതിൽ രജനീകാന്തിനെ തല്ലുന്ന സീനുണ്ട്. വേറെ ആരെങ്കിലും ശിവാജി ഗണേശൻ തല്ലിയാൽ സഹിക്കും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ശേഷം സ്നേഹവും ബഹുമാനമുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിനുവേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഈ സാത്ത് ഹിന്ദുസ്ഥാനിൽ അമിതാഭ് ബച്ചൻ്റെ കൂടെ ഒരു ബംഗാളി റൈറ്ററായിട്ട്. ബംഗാളിയായിട്ട് അതെങ്ങനെയാ ബംഗാളി? അപ്പം അത് അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചു. ഇപ്പോൾ പറയാം, അന്ന് പറയാൻ ഫസ്റ്റ് മൂവി. ഫിലിം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ സാറൊരു ഇംഗ്ലീഷ് ഫിലിം എടുത്തില്ലേ, സൺറൈസ്, ഉദയം പടിഞ്ഞാറ്, സൺറൈസ് ഇൻ ദ വെസ്റ്റ്. അതിപ്പോൾ ഇംഗ്ലീഷിൽ എടുക്കാനുണ്ടായ ഒരു ഇല്ല, അത് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അവിടെ എടുത്തത്. അവിടെ ശുദ്ധമായിട്ട് ഒരു മലയാളം പറയണ മാത്രം എടുത്തു കഴിഞ്ഞാൽ സുഖമാവില്ല. അവിടെ ഒരു 75% വീട്ടിലും പുറത്തും അവർ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്നത്, എസ്പെഷ്യലി അടുത്ത ജനറേഷൻ. അതെ, അറിയാമല്ലോ. ഇപ്പം അവിടെ അമേരിക്കയിൽ നിന്ന് വരുന്നവരറിയാം. എന്തിനാ ഇവിടെ ഉള്ളവർ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവർ, അവരെ കൊണ്ട് മുഴുവനും മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു പടം എടുക്കാൻ വിഷമമാണ്. അവിടെ പിന്നെ തീരെയും പറ്റില്ല. അവിടുത്തെ ഈ സെക്കൻഡ് ജനറേഷൻ അവിടെ ചെന്ന് സെറ്റിൽ ചെയ്ത് അവർക്കുണ്ടായ മക്കളെ, അവരുടെ മക്കളെ അവരെ വെച്ചിട്ടൊരു ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ നോക്കില്ല. അവർ സംസാരിക്കുന്ന പോലും നിങ്ങളെല്ലാം പറയുന്ന ഒരു മംഗ്ലീഷ് ഉണ്ടല്ലോ, അത് സഹിക്കാം. അതിനേക്കാളും അവർക്ക് അത്ര പോലും പറയാൻ ഒക്കില്ല. അപ്പം സാറിന് ഏതൊക്കെ ഭാഷകൾ അറിയാം? അങ്ങനെ ഭാഷ അറിയാമെന്നുള്ളത്, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. പിന്നെ തമിഴ്നാട്ടിൽ വളരെ നാളുണ്ടായിരുന്നു ആസ് എൻ ആക്ടർ. ആദ്യമൊക്കെ മദ്രാസിലായിരുന്നല്ലോ ഷൂട്ടിങ്ങൊക്കെ. ഇപ്പോൾ തമിഴ് അറിയാം. ഈ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാ, എല്ലാം കുറച്ച്. അതെ അതെ അതെ. പക്ഷെ അറിയാമെന്നുള്ള കുറച്ചല്ല.